വാർത്തകൾ വിശദമായി. ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന് ഫോൺ ചെയ്യാൻ സൌകര്യം നൽകിയതുമായി ബന്ധപ്പെട്ട് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ AR ക്യാമ്പിലെ സീനിയർ CPO അജിത് കുമാർ, CPOമാരായ വിനീഷ്, രതീഷ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി ജില്ലാ പോലീസ് മേധാവി K. സഞ്ജയ് കുമാർ ഗുരുഡിൻ സസ്പെൻഡ് ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെ നിസാം സഹോദരന്മാരെ ഫോണിൽ വിളിച്ചെന്നാണ് ആരോപണം. നിസാം ജയിലിൽ ഫോൺ ഉപയോഗിച്ചെന്നും ആരോപണമുയർന്നിരുന്നു. എന്നാൽ നിസാം ജയിലിനുള്ളിൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് ജയിൽ DIG ശിവദാസൻ തൈപ്പറമ്പിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറ്റൊരു കേസിൽ ഹാജരാക്കാനായി നിസാമിനെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഫോണിൽ സംസാരിച്ചതായി വ്യക്തമായത്. സൌമ്യ വധക്കേസിൽ പുനഃപരിശോധനാ ഹർജി വീണ്ടും പരിഗണിക്കവേ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകുമെന്ന് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. നോട്ടീസ് ലഭിച്ചെന്നും നവംബർ 11-ന് തന്നെ 3-അംഗ ബെഞ്ച് മുൻപാകെ നേരിട്ടെത്തി വിശദീകരണം നൽകുമെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു അറിയിച്ചു. ഇതോടെ നിയമചരിത്രത്തിലെ അസാധാരണമായ നടപടിക്കാണ് നവംബർ 11-ന് തുറന്ന കോടതി സാക്ഷ്യം വഹിക്കുക. നേരത്തെ ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ സുപ്രീം കോടതി വിധിയെ പരസ്യമായി മുൻ ജസ്റ്റിസ് ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരുന്നു. ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ സുപ്രീം കോടതി വിധിയിലെ അപാകത ചൂണ്ടിക്കാട്ടിയ മുൻ സുപ്രീം കോടതി ന്യായാധിപൻ മാർക്കണ്ഡേയ കട്ജു കോടതി മുമ്പാകെ നേരിട്ട് ഹാജരാകുമെന്നാണ് അറിയിച്ചത്. നവംബർ 11-ന് കേരള സർക്കാരും സൌമ്യയുടെ അമ്മ സുമതിയും നൽകിയ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോഴാണ് മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു സുപ്രീം കോടതിയിൽ ഹാജരാകുക. സുപ്രീം കോടതിയുടെ നോട്ടീസ് ലഭിച്ചെന്നും മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് വ്യക്തമാക്കി. സൌമ്യ കേസിൽ കഴിഞ്ഞ മാസം 15-ന് നൽകിയ വിധി പുനഃപരിശോധിക്കണമെന്നും പരസ്യവാദ്യം വേണമെന്നും ജസ്റ്റിസ് കട്ജു ഫേസ്ബുക്കിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. സൌമ്യയുടെ മരണത്തിലേക്ക് വഴിവെച്ച ക്ഷതങ്ങൾക്ക് കാരണക്കാരനായ ഗോവിന്ദചാമിക്കെതിരെ IPC 300 പ്രകാരം കൊലക്കുറ്റം ചുമത്താവുന്നതാണെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ചിരുന്നു. ഈ നിലപാട് കോടതി മുമ്പാകെ ഹാജരായി വിശദീകരിക്കാനാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് തുറന്ന കോടതിയിൽ വാദം കേൾക്കവേ ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതി മുൻ ന്യായാധിപൻ തന്നെ കോടതി മുമ്പാകെ ഹാജരാകുന്നതിന് ഭരണഘടനാപരമായി വിലക്കുള്ളതിനാൽ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മാർക്കണ്ഡേയ കട്ജു ആദ്യം നിലപാട് അറിയിച്ചിരുന്നത്. പിന്നീട് ഭരണഘടന അനുവദിക്കുകയാണെങ്കിൽ ഹാജരാകാമെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു വ്യക്തമാക്കിയിരുന്നു. നിയമചരിത്രത്തിൽ അപൂർവമായാണ് മുൻ ന്യായാധിപൻ തന്നെ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി വിധിയിലെ അപാകത ചൂണ്ടിക്കാട്ടുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. സമാധാനത്തിനാണ് CPIM മുൻഗണന നൽകുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സമാധാനത്തിനു വേണ്ടി ആര് മുൻകൈയെടുത്താലും പൂർണ്ണ സഹകരണം നൽകുമെന്നും കേരളത്തിൽ എപ്പോഴും അക്രമമെന്ന് പ്രചരിപ്പിക്കാനാണ് RSS ശ്രമമെന്നും കോടിയേരി കണ്ണൂരിൽ പറഞ്ഞു. പ്രാദേശികമായി വിളിക്കുന്ന സമാധാന കമ്മിറ്റി യോഗങ്ങളിൽ അവർ പങ്കെടുക്കുന്നില്ല. നാളെ ജില്ലാ കലക്ടർ സമാധാന കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുകയാണ്. CPIM ആ സമാധാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. സമാധാനത്തിന് വേണ്ടി ആര് ശ്രമം നടത്തിയാൽ അതുമായി പൂർണ്ണ സഹകരണമായിരിക്കും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നത്. ഇത്തരം സമാധാന കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് മാറിയുണ്ട് അക്രമത്തിന് ആഹ്വാനം കൊടുക്കുകയും ബോംബുണ്ടാക്കാനും തോക്കുണ്ടാക്കാനും മറ്റ് ജില്ലകളിൽ നിന്ന് ക്രിമിനലുകളെ ഇറക്കുമതി ചെയ്യാനും കൊട്ടേഷ് സംഘത്തെ ഇറക്കുമതി ചെയ്യാനും ആസൂത്രണം ചെയ്യുന്ന RSS സംഘത്തെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുകയാണ്. സംസ്ഥാനത്ത് കോൺഗ്രസ് ഇപ്പോഴും മോശം അവസ്ഥയിലെന്ന് AK ആന്റണി. പുനഃസംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരുടെയും ഫോൺ ചോർത്തുന്നത് ശരിയല്ലെന്ന് ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ആന്റണി പ്രതികരിച്ചു. പോലീസ് 3-ാം മുറ രീതിയിലേക്ക് തിരിച്ചു പോകുന്നത് ശരിയല്ലെന്നും AK ആന്റണി കൊച്ചിയിൽ പറഞ്ഞു. ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ അറിയാം. ഏതായാലും ഈ ഏറ്റവും പ്രയാസമുള്ള കാലഘട്ടത്തിൽ, കാരണം കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കടുത്ത ഒരു വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ്. പഴയ സ്ഥിതിയല്ല. ഈ ഏറ്റവും പ്രയാസമുള്ള ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ UDF-ൽ നിന്ന് അകന്നുപോയ ജനവിഭാഗങ്ങളെ സംസ്ഥാനത്തും ജില്ലകളിലും താഴേക്കിടയിലും തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന നിലയിലുള്ള നയസമീപനങ്ങൾ സ്വീകരിക്കാനെല്ലാം പറ്റിയ നല്ല പ്രസിഡന്റുമാരെ കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ അധികാരപ്പെടുത്തിയതല്ലാതെ ആരും ഒരാളുടെയല്ല ആരുടെയും ഫോൺ ചോർത്താനും പാടില്ല. അത് ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ്. ഒറ്റപ്പെട്ട പ്രശ്നമല്ല ഞാൻ പറയുന്നത്.
ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടി പിളർപ്പിന്റെ വക്കിൽ. മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്, പിതൃസഹോദരൻ ശിവ്പാൽ യാദവ് അടക്കം 4 പേരെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. അച്ഛൻ മുലായം സിംഗ് യാദവിനെ മറികടന്നുള്ള അഖിലേഷിന്റെ നീക്കത്തോട് സമാജ്വാദി പാർട്ടിയിലെ അധികാര തർക്കം മൂർച്ഛിച്ചു. പാർട്ടിയുടെ UP അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അഖിലേഷിനെ മാറ്റി ശിവ്പാൽ യാദവിനെ മുലായം സിംഗ് നിയമിച്ചതോടെയാണ് സമാജ്വാദി പാർട്ടിയിൽ അധികാര തർക്കം ഉടലെടുത്തത്. ഇതിന് മറുപടിയായി ശിവ്പാൽ യാദവിന്റെ പ്രധാന വകുപ്പുകൾ അഖിലേഷ് ഒഴിവാക്കി. മുലായത്തിന്റെയും അമർ സിംഗിന്റെയും നേതൃത്വത്തിൽ സമവായ നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് അഖിലേഷിന്റെ അപ്രതീക്ഷിത നീക്കം. ശിവ്പാൽ യാദവിന് പുറമെ ഓംപ്രകാശ് സിംഗ്, നാരത് റായ്, ഷഹിദ ഫാത്തിമ എന്നിവരെയാണ് മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കിയത്. മുലായം സിംഗ് നാളെ പാർട്ടിയുടെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിനിടെയാണ് പാർട്ടി നിയമസഭാ കക്ഷി യോഗം അടിയന്തരമായി തന്റെ വസതിയിൽ വിളിച്ച് അഖിലേഷ് മന്ത്രിമാരെ പുറത്താക്കിയത്. ഇതിലൂടെ അധികാര തർക്കത്തിൽ പിതാവ് മുലായം സിംഗുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് അഖിലേഷ് നൽകിയിരിക്കുന്നത്. മുലായത്തെ മാത്രമേ നേതാവായി അംഗീകരിക്കുമെന്ന് ശിവ്പാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ അഖിലേഷിനെ പിന്തുണച്ച് മുതിർന്ന നേതാവ് രാംകൃപാൽ യാദവ് രംഗത്തെത്തി. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉണ്ടായ പ്രതിസന്ധി സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയാകും. പിളർപ്പ് ഒഴിവാക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് മുലായം സിംഗ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP MP വരുൺ ഗാന്ധിയുടെ ഹണി ട്രാപ്പിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായി. ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം വരുൺ ഗാന്ധി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ വരുണിൽ നിന്ന് ചോർത്തിയെന്നായിരുന്നു ആരോപണം. ദേശീയ ഓൺലൈൻ മാധ്യമമായ നാരദ ന്യൂസ് ഓൺലൈനാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഹണി ട്രാപ്പ് വിവാദത്തിൽ BJP ദേശീയ നേതൃത്വം തന്ത്രപരമായ മൗനം തുടർന്ന സാഹചര്യത്തിലുമാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. പ്രതിരോധ കാര്യങ്ങൾ സംബന്ധിച്ച പാർലമെന്ററി സമിതി അംഗമായിരുന്ന BJP MP വരുൺ ഗാന്ധി ഹണി ട്രാപ്പിൽ കുടുങ്ങി രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്ന കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. US-ൽ അഭിഭാഷകനായ D. എഡ്മണ്ട് അലൻ എന്ന ആളാണ് ഇക്കാര്യം ആരോപിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നത്. ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം വരുൺ ഗാന്ധി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് രഹസ്യങ്ങൾ വിവാദ പ്രതിരോധ ഇടപാടുകളുടെ ഇടനിലക്കാരൻ അഭിഷേക് വർമ്മ ചോർത്തിയെന്നായിരുന്നു ആരോപണം. ഈ ആരോപണങ്ങളെല്ലാം വരുൺ ഗാന്ധി നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വരുൺ ഗാന്ധി ഹണി ട്രാപ്പിൽ എന്ന പേരിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ദേശീയ ഓൺലൈൻ മാധ്യമമായ നാരദ ന്യൂസിന്റെ ഇംഗ്ലീഷ് വെബ്സൈറ്റിലാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിവാദ ആയുധ ഇടപാടുകാരൻ അഭിഷേക് വർമ്മയുടെ മുൻ വ്യാപാര പങ്കാളി എഡ്മണ്ട് അലൻ തന്നെ പുറത്തുവിട്ടതാണ് ഈ ചിത്രങ്ങളെന്നാണ് കരുതുന്നത്. എന്നാൽ ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം ഇടപെടുന്ന ചിത്രങ്ങളുടെ സത്യാവസ്ഥ ഇനിയും വെളിപ്പെടേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വരുൺ ഗാന്ധി സമ്മർദ്ദം ശക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഹണി ട്രാപ്പ് വിവാദം ശക്തമായത്. BJP ദേശീയ നേതൃത്വം വരുൺ ഗാന്ധിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വരുൺ ഗാന്ധിയുടേത് എന്ന് സംശയിക്കുന്ന ഹണി ട്രാപ്പ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തയിലേക്ക്. കായംകുളത്ത് പ്രതിയെ പിടിക്കാനെത്തിയ പോലീസുകാർക്ക് വെട്ടേറ്റു. ASI അടക്കം 4 പോലീസുകാർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. രണ്ടാംകുറ്റി സ്വദേശി ഉണ്ണിയെ പിടികൂടുന്നതിനായാണ് കായംകുളം സ്റ്റേഷനിലെ ASI അടക്കമുള്ള പോലീസുകാർ കുറ്റിത്തെരുവിലെത്തിയത്. നിരവധി വെട്ടുകേസുകളും മയക്കുമരുന്ന് കേസുകളിലെയും പ്രതി ഉണ്ണിയെ വിദഗ്ധമായി പോലീസ് പിടികൂടി വിലങ്ങ് വെച്ചു. പിന്നീട് പോലീസ് ഇയാളെ ജീപ്പിൽ കയറ്റുന്നതിനിടയിലാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. ഉണ്ണിയുടെ പിതാവ് ഗോപാലകൃഷ്ണൻ വെട്ടുകത്തിയുമായി എത്തി പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. ഇയാളോടൊപ്പം കോളനിയിലെ ഉണ്ണിയുടെ മറ്റു ചില സുഹൃത്തുക്കളും കൂടി ഇരുമ്പ് കമ്പിയും വടിവാളും ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി മർദ്ദിച്ചു. ഇതിനിടയിൽ പ്രതി ഉണ്ണി വിലങ്ങുമായി ഓടി രക്ഷപ്പെട്ടു. ASI സിയാദിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരും ചികിത്സയിലാണ്. കായംകുളത്തും പരിസരത്തും നിരന്തരം അക്രമം നടത്തുന്ന സംഘത്തിന്റെ തലവനാണ് ഉണ്ണി. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരെ വെട്ടിയ കേസിലും ഇയാൾ പ്രതിയായിരുന്നു. പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ അദാനിക്ക് നൽകിയതിൽ ക്രമക്കേടുണ്ടെന്ന് CAG-യുടെ കരട് റിപ്പോർട്ട്. വിഴിഞ്ഞം കരാറിൽ സംസ്ഥാനത്തിന് ലാഭമുണ്ടാകില്ലെന്നും CAG. അന്തിമ റിപ്പോർട്ടിന് മുന്നോടിയായുള്ള കരട് റിപ്പോർട്ടിലാണ് CAG-യുടെ പരാമർശങ്ങൾ. മുത്തലാഖ് സ്ത്രീകളോടുള്ള അവഗണനയെന്ന് പാലൊളി മുഹമ്മദ് കുട്ടി. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം സംഘടനകളോടൊപ്പമെന്നും പാലൊളി കോഴിക്കോട് പറഞ്ഞു.